വലിയൊരു വിമാന ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ. മോശം കാലാവസ്ഥയിൽ റൺവേയിൽ നിന്നും പറന്നുയർന്ന വിമാനം അപകടത്തിൽപ്പെട്ടു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 6000 അടി ഉയരത്തിലാണ് അപകടമുണ്ടായത്. വിമാനത്തിന് നെടുകെ മിന്നൽ പിളർ വന്നിടിക്കുകയായിരുന്നു. പൊടുന്നനെ കാറ്റിന്റെ ഗതി മാറി ഭീമൻ എയർ ഗട്ടറിൽ വീഴുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ ഒന്നടങ്കം ഭയന്ന് നിലവിളിക്കുകയും ചെയ്തു. റയാൻ എയർ ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിന് പിന്നാലെ മിന്നൽ വന്നിടിച്ചു. പിന്നാലെ ആകാശച്ചുഴിയിൽ വീണ് യാത്രാ വിമാനം. ആടിയുലഞ്ഞ് എമർജൻസി ലാൻഡ് ചെയ്ത് വിമാനം. 9 യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റു. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് സംഭവമുണ്ടായത്. ബുധനാഴ്ച രാത്രിയിലാണ് മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനം ആകാശച്ചുഴിയിൽ പെട്ടത്. വളരെ മോശം കാലാവസ്ഥയിലായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ വീശിയ കൊള്ളിയാനാണ് യാത്രാ വിമാനത്തെ അപകടത്തിലാക്കിയത്. മ്യൂണിക്കിൽ നിന്ന് 113 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമ്മിങ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും യാത്രക്കാരായ 9 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 2 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആകാശച്ചുഴിയിൽ വീണ് പരിക്ക് പറ്റിയത്. പരിക്കേറ്റവരിൽ തലയ്ക്കും നട്ടെല്ലിനും പരിക്കേറ്റവരുണ്ട്. 2 വയസ്സുള്ള ആൺകുട്ടിക്ക് ശരീരത്തിൽ പലയിടത്തും ചതവുണ്ടായിട്ടുണ്ട്. 3 പേർ ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മിലാനിലേക്ക് ബസ് ഒരുക്കിയതായി വിമാന കമ്പനി വിശദമാക്കി. അതേസമയം വായു പ്രവാഹത്തിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന വിമാനത്തിന്റെ പ്രവചനാതീതമായ ചലനം എന്ന് ആകാശച്ചുഴികളെ നിർവചിക്കാം. ടേക്ക് ഓഫ് മുതൽ ക്രൂയിസിംഗ് ഉയരം വരെ ഏത് ഉയരത്തിലും ഈ തടസ്സങ്ങൾ സംഭവിക്കാം. വായു പ്രക്ഷുബ്ധത, എയർ പോക്കറ്റ് തുടങ്ങി പല പേരുകളിലും ഈ പ്രതിഭാസം അറിയപ്പെടുന്നു. ചുറ്റുമുള്ള വായുവിൽ നിന്ന് മുന്നറിയിപ്പുകളില്ലാതെ അസാധാരണമായി വ്യത്യസ്തമായ ദിശയിലേക്കുള്ള മറ്റൊരു വായുപ്രവാഹം സംഭവിക്കുന്നതാണ് വായു പ്രക്ഷുബ്ധത. കനത്ത കാറ്റ്, കൊടുങ്കാറ്റിന്റെ മേഘങ്ങളിലെ വായുപ്രവാഹം, മലനിരകളിൽ നിന്ന് പറന്നുയരുന്ന വായുപ്രവാഹം, ഭൂമിക്ക് ചുറ്റുമുള്ള ജെറ്റ് സ്ട്രീം എന്ന പ്രവാഹമടക്കം പല കാരണങ്ങളാലാണ് വായു പ്രക്ഷുബ്ധത രൂപപ്പെടുന്നത്. ഇതിൽ തന്നെ ഇടിമിന്നൽ മേഘങ്ങളെ ചുറ്റിയുള്ള വായുപ്രവാഹമാണ് ഏറ്റവും അപകടകരം. മേഘങ്ങളില്ലാതെ രൂപപ്പെടുന്ന വായുപ്രവാഹമാണ് തെളിഞ്ഞ വായു പ്രക്ഷുബ്ധത. ആകാശത്ത് മേഘങ്ങളില്ല, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുമാവില്ല. സ്ഥിതിവിവര കണക്കനുസരിച്ച് ചില ഫ്ലൈറ്റ് റൂട്ടുകളിൽ വായു പ്രക്ഷുബ്ധത അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്.